പിന്നെ നമ്മളുടെ കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടും മറ്റേ അതുപോലെ തന്നെ ഈ നമ്മുടെ MK രാഘവേട്ടൻ അവിടെ വളരെ സ്വീകാര്യനാണ്. കാരണം എനിക്കറിയാം, അറിയാമല്ലോ, അദ്ദേഹം കണ്ണൂർക്കാരൻ തലശ്ശേരിക്കാരനാണെങ്കിൽ പോലും രാഘവേട്ടൻ കോഴിക്കോട്ട് വന്ന് മത്സരിച്ച് ജയിച്ചവിടുത്തെ MP ആയി. കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണമൊക്കെ കൊണ്ടുവന്നു, എന്നിട്ടും ജയിച്ചു. അപ്പോൾ ആരോപണം ഇവിടെ പോയി എന്നുള്ള വേറെ കാര്യം, അത് ജയിച്ചു. ഇത്തവണ അദ്ദേഹം അവിടെ മത്സരിക്കാൻ വന്നു. അവിടെ എൻ്റെ അറിവിൽ അവിടെ പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു എതിർപ്പൊന്നും വന്നു. രാഘവേട്ടൻ KPCC യോഗത്തിൽ പറഞ്ഞു സിദ്ദിഖിനെതിരെയാണെന്ന് ഊഹിക്കുകയാണ്. അപ്പോൾ സിദ്ദിഖ് നിഷേധിച്ചു. സിദ്ദിഖ് പറഞ്ഞു എന്നെ കുറിച്ചല്ല പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായത് അല്ല, അതെന്താ അറിയോ, ഞാൻ ഒരു പാർട്ടി യോഗത്തിൽ, ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി യോഗത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയണം. അതിപ്പോൾ നമ്മൾ ആ പാർട്ടി യോഗത്തിൽ എന്തു പറഞ്ഞു എന്നുള്ളത് ഒരു പത്രപ്രവർത്തകനോട് പോയിട്ട് കേൾക്കുന്നില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കാം. ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഇത് കൂടും, എന്താ പറയുക, മാറ്റും. നീ നേരത്തെ സുധാകരന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് BJP പോകാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ BJP വേണ്ടുന്ന പോകുന്നാക്കിയ പോലൊക്കെ ആവും. അപ്പം അങ്ങനെ മാറ്റും. അപ്പോൾ അവിടെ KPCC യോഗത്തിൽ അങ്ങനെ രാഘവേട്ടൻ പറഞ്ഞത് ഒരാളെ കുറിച്ച് പറഞ്ഞു എന്നുള്ള ശരിയാണ്, പേര് പറഞ്ഞിട്ടില്ല. അത് ആരാണെന്നുള്ളത് ആ പാർട്ടിയിലുള്ള രാഘവേട്ടനും അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് അറിയായിരിക്കും, അല്ലെ സ്വകാര്യമായിട്ട് പാർട്ടി നേതാക്കളുടെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് പൊതുവെ അറിയേണ്ട കാര്യമില്ല. സംഘടനാ തലത്തിൽ പിന്നെ ചർച്ചയാകുമ്പോൾ സംഘടനാ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ അറിഞ്ഞിരിക്കും. ഇപ്പൊ അങ്ങനെ വലിയൊരു ഫൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അവിടെ അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അല്ല. അത് മാത്രമല്ല, ഈ എളമരം കരീം അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിന് ഈ അവർക്ക് രാഘവേട്ടൻ എന്നുള്ള വിളിക്കൊപ്പം പാളിപ്പോയി. അപ്പോൾ അവിടെ പാർട്ടി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ഒരാള് ഞാൻ പാർട്ടിയുടെ പ്രതിനിധിയാണെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണത്തിന് പകരം അതൊരു രാഘവേട്ടൻ്റെ ഒരു ഈ തോളത്ത് കൈയിട്ട് എന്തടാ സുഹൃത്തെ എന്നുള്ള രീതിയിൽ പോകുന്ന പോലെ ആക്കാൻ അത് പറ്റൂല. ഇളമരം കഴിയുന്നത് പറ്റില്ല. തീർച്ചയായിട്ടും ഫൈറ്റ് വരും. ഇപ്പൊ ഇളമരത്തിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇളമരം അവരുടെ പാർട്ടിയിൽ ഇപ്പോഴത്തെ പാർട്ടിയിൽ നയിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് അറിയാമല്ലോ. ആ വിഭാഗത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇളമരം കരീം. അദ്ദേഹത്തെ എല്ലാ സ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്. അവരെ മന്ത്രിയാക്കി, രാജ്യസഭാംഗമാക്കി, ഇപ്പോൾ ലോക്സഭാംഗമാക്കാൻ പോകുന്നു. അവർക്ക് അദ്ദേഹത്തിന് ഇന്ന് സ്ഥാനമുണ്ട്. അത് ആ പാർട്ടി ഇന്ന് കൊണ്ടുനടക്കുന്നവരുടെ ഒരു താല്പര്യമായിരിക്കാം. അപ്പോൾ അതിന്റെ ഒരു വിശേഷണമായിരിക്കും. അതിന്റെ പാർട്ടിയുടെ കാര്യമാണെന്ന് പറയാം. അല്ല, എങ്കിലും പൊതുവേ നമുക്ക് സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. ഇളമരത്തിനെയൊക്കെ നമ്മള് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് കുമാർ ആയിരുന്നെങ്കിൽ, CPM-ന്റെ പ്രദീപ് കുമാർ ആയിരുന്നെങ്കിൽ രാഘവേട്ടനെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അതെ, നല്ല ഫൈറ്റ് വന്നേ. അല്ല, ഇത് അവിടെ ചർച്ച ചെയ്യുന്നത് പാർട്ടിയിലെ ആൾക്കാരാണ്, CPM-ലെ ആൾക്കാർ. അല്ല, ഇത്തവണത്തെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ നിങ്ങൾ നോക്കൂ. CPM-ന്റെ സ്ഥാനാർത്ഥികൾ അവർ പറയും ജയിക്കാനാണ് മത്സരിക്കുന്നതെന്ന് പറയും. പക്ഷെ ജയിക്കാനാണ് മത്സരിക്കുന്നതെങ്കിലും വെള്ളം കോരുന്നവനും വിറക് കിട്ടുന്നവനും എന്ന രീതിയിൽ വരാൻ പാടുമോ? ഇപ്പം അവർ പൊന്നാനി സ്ഥാനാർത്ഥിയൊക്കെ ഹംസയാണ്. KS ഹംസ ലീഗ് നേതാവായിരുന്നു. അദ്ദേഹത്തെ ലീഗ് മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ എന്തുകൊണ്ട് അവർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടാ? അങ്ങനെ അടവ് നയം തന്ത്രമൊക്കെ ആ കാലം മാറിപ്പോയി. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ പറ്റുമായിരുന്നു. ഇപ്പം മറ്റേ മലപ്പുറത്തെ TK ഹംസ DCC പ്രസിഡന്റ് എന്ന ഹംസ CPM-ലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ MLA ആക്കി, മന്ത്രിയാക്കി, MP ആക്കി കൊണ്ടുവരുന്നു. ആ കാലം ഇപ്പോഴും അതേപോലെ തുടരണമെന്നില്ല. കാരണം ഇപ്പോഴത്തെ തലമുറ മാറിപ്പോയി. പ്രത്യേകിച്ച് DYFI-ലുള്ള നേതാക്കൾക്കൊക്കെ ഈ അവരുടെ പാർട്ടി തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് അധികാരമോഹം അവർക്ക് വന്നു കഴിഞ്ഞു. എത്ര SFI-ക്കാർ MLA-മാരായി ഇത്തവണ? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലേൻ്റെ ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂർ ജില്ലയിൽ അവർക്ക് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് രവീന്ദ്രനാഥ് മാഷാണ്. മാഷ് വളരെ നല്ലവനാണ്, മിടുക്കനാണ്, നല്ല മന്ത്രിയായിരുന്നു, സത്യസന്ധനാണ്, എല്ലാവർക്കും സ്വീകാര്യനാണ്. മാഷ് രാഷ്ട്രീയം ഏതാണ്ടൊന്ന് മതിയാക്കി മാറുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയം ഉപേക്ഷിച്ചില്ല. അദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് തോന്നുന്നു. എന്നാലും അദ്ദേഹം ഒന്ന് മാറിയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു പാർട്ടിക്ക്. അപ്പോൾ അവിടെ യുവാവില്ലേ? പാർട്ടിയിൽ DYFI ഇത്രയും ശക്തമായ ഒരു സംഘടനയായിട്ട് ഒരു യുവ നേതാവിനെ എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് ചോദ്യം വരികയാണ്. പാർട്ടിക്ക് ധൈര്യത്തിൽ നിർത്താൻ പറ്റിയ ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ പാർട്ടിക്ക് വരുമ്പോൾ ഇളമരം കരീമിനെ പോലുള്ളവർക്ക് നിർത്തേണ്ടി വരും. പാർട്ടിയുടെ അവസ്ഥ വരും. പിന്നെ അവിടെ നിന്ന് നമ്മൾ മറ്റേ മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ ഇപ്പം മലപ്പുറത്ത് ലീഗ് നോക്കും. അവിടെ 2 മുതിർന്ന നേതാക്കളെ മാറ്റിയിട്ടില്ല.
ഇപ്പോൾ പൊന്നാനിയിൽ മറ്റേ സമദാനിയാണെങ്കിലും മലപ്പുറത്ത് ബഷീർ ആണെങ്കിലും അങ്ങോട്ടും പരസ്പരം മാറിയെന്നേ ഉള്ളൂ. ഈ രണ്ടുപേരെ അവർ മാറ്റിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം കോണി അടയാളത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ജയിക്കും. അതിൽ പിന്നെ തർക്കം കാര്യമില്ല. അപ്പൊ ആ രണ്ടും ഈ രസകരമായ സംഭവം വെച്ചാൽ ഈ മലപ്പുറത്തെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ നമ്മുടെ സുപ്രധാന രാഷ്ട്രീയ കക്ഷികളൊന്നും ഗവനിക്കുന്നില്ലെന്നുള്ള അവിടെ ലീഗിന് അങ്ങ് കൊടുത്തിരിക്കുകയാണ്.